മമ്മി അവ ഇല്ലേ? എന്താ ചുമ്മാ വന്നേ? അവ എവിടെ? അവ അവന്റെ അമ്മയുടെ റിലേറ്റീവിന്റെ വീട്ടിൽ പോയി. എന്താ ചിരിക്കണേ? ഇതിന്റെ ബുള്ളറ്റ് എവിടാ? അത് എന്റെ വീട്ടിൽ ബുള്ളറ്റ് ഇല്ലല്ല. ബുള്ളറ്റ് അത് പിന്നെ ഭയങ്കര ചൂടൊക്കെ അല്ലേ? ഇന്ന് എപ്പോഴും ഇങ്ങനെ ബുള്ളറ്റ് എടുക്കൊണ്ടിരുന്ന ബോറാവൂലേ? ഒരു ചേഞ്ച് ഒക്കെ വേണ്ട, അതുകൊണ്ട് മിക്സ് അടിച്ച്. എങ്ങനെ അമ്മ പറഞ്ഞ് ഇനി മുടിയെ വളർത്തിട്ട് വീട്ടിൽ കയറ്റി, അതുകൊണ്ട് മൊത്തം വെട്ടി കുറച്ച്. ഇത്ര വളർന്നില്ല, ഇപ്പോഴും വീട്ടിൽ പിടിച്ചു ജീവിക്കണേ. വീട്ടുണ്ണി കഴിഞ്ഞ പ്രാവശ്യം എന്നെ ക്രിക്കറ്റ് കളിക്കാൻ ഞാൻ ഗ്രൗണ്ടിൽ വിളിച്ചപ്പോഴേ നീ എന്താ പറഞ്ഞ? അമ്മ വഴക്ക് പറയുന്നു. വീട്ടാലെ പിടിയില്ല. അത് ഡിഫറെന്റ് രണ്ടും കൂടെ ഇന്റർലിങ്ക് ചെയ്യല്ലേ. എന്നാലും മുടി വെട്ടണമെന്നൊക്കെ പറയുന്ന ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ ഇതാണ്. ഇതൊക്കെ വീട്ടുകാരൊക്കെ വെച്ചിട്ട് വെട്ടണമെന്ന് പറയുമ്പോൾ റെഡിക്കുലസ്. ഓ നീ എന്തിന് തലേ തൊപ്പി വെച്ചിരിക്കണേ? അതിന് ഭയങ്കര സമയത്തില്ലേ മുഖത്തടിക്കാതിരിക്കാൻ. നീ ആകാശത്തോടെ നോക്കിയാണ്. ഈ രാത്രിയിലും ഭയങ്കര വെയിൽ തന്നെയല്ലേ? രാവിലെ ഭയങ്കര സമയത്ത് തല വെച്ചത് മുഖത്തടിക്കാതിരിക്കാം. ഊരാൻ മറന്നു. ഇനിയിപ്പോ അങ്ങനെ കരിക്കണമെന്ന് വിചാരിച്ചു. ഞാറിന് എന്തിനറിഞ്ഞെന്ന് വിലക്കുറവാണെന്നും പറഞ്ഞ് ഏതോ ഒരു അപ്പന്റെ കടയിൽ മുടി വെട്ടാൻ കയറി. ഹീറോ ഒക്കെ പറഞ്ഞു. അങ്ങേര് മുട്ട അടിച്ചു. നീ അങ്ങനെ അറിഞ്ഞു? നീ ആരൂടെ പോയാ? ഉമേഷിന്റെ കൂടെ. ഫുൾ ഡീറ്റെയിൽസ് വാട്സാപ്പ് വിത്ത് ഫോട്ടോ. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇൻസ്റ്റാ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യട്ടാ. 2 ചിക്കൻ പപ്സ് വിത്ത് ഷാർജ ഷേക്ക്. ഉറപ്പിക്കാമല്ലോ അല്ലേ? ഉറപ്പിക്കാം. എങ്കിൽ ലെറ്റ്സ് ഗോ. അമ്മ ഞാൻ പുറത്ത് കട വരെ പോയിട്ട് വരാം. ഓക്കെ അമ്മ, എനിക്ക് 10-16 വയസ്സായി. ഇപ്പോഴും നിങ്ങൾ കോക്കാച്ചിയുടെ കളറാൻ പേടിപ്പിക്കണം. ഞാൻ പോകും. താങ്ക്സ് അമ്മ. പിന്നെ മക്കള് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരണ്ടേ? നാളത്തെ നമുക്ക് ഇവിടെ ചോറുമില്ല. ഓ അങ്ങനെയാണ്. അയ്യാ നമുക്ക് നാളെ രാവിലെ പോയാൽ പോരെ? മതി നാളെ പോയാലും മതി. എങ്കിൽ നീ നാളെ ഇല്ല. ബി സേഫ്, ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. അതല്ല, ബി സേഫ് വാക്ക്, ബി വെരി കെയർഫുൾ. അതെന്താടാ? കോക്കാച്ചി ഈസ് ഫോളോയിങ്. അയ്യേ കുണുവാവ്, ഞാൻ പോണ്. അവനതിന്റെ സീരിയസ്നെസ് മനസ്സിലായില്ല. ചില്ലിക്കേട്.